പ്രിയപ്പെട്ട ഗ്ലോബൽ KMCC വാട്സപ്പ് കൂട്ടായ്മക്കകത്തുള്ള എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, സമാദരണീയരായ നേതാക്കന്മാർ, സർവോപരി എൻ്റെ സഹോദരങ്ങളെ നമസ്കാരം. ഞാൻ അയ്യപ്പൻ കോളാണ്. സമയബന്ധിതമായി നമ്മുടെ ഗ്രൂപ്പിൻ്റെ അഡ്മിൻ പാനൽ പറഞ്ഞതുപോലെ എത്തിപ്പെടാൻ കഴിയാത്തൊരു അവസ്ഥ ഈ എളിവന് സംജാതമായിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ റാഫിയുമായി വിളിച്ച് അദ്ദേഹത്തിൻ്റെ പേഴ്സണലിലേക്ക് ഞാനിങ്ങനെ ഒരു വോയിസ് ക്ലിപ്പ് അയക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ, എൻ്റെ സുഹൃത്ത് അല്ലെങ്കിൽ എൻ്റെ സഹോദരൻ റാഫി സാഹിബ് എന്നെയും അതിനകത്ത് പരിഗണിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വേണ്ട ശ്രമകരമായ പ്രവർത്തനം നടത്തുമ്പോൾ തെറ്റിദ്ധരിക്കരുത്. കാരണം വളരെ പ്രയാസകരമായ ഒരു അവസ്ഥയിലാണ് ഞാനിപ്പോഴും ഇരിക്കുന്നത് എന്ന് എൻ്റെ സഹോദരനെ ഞാൻ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നേ ദിവസം നമ്മുടെ ഗ്രൂപ്പ് ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം ഭാഷ സമരവുമായി ബന്ധപ്പെട്ട വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ടാണ് നമ്മുടെ പ്രിയപ്പെട്ട നേതാക്കന്മാർ ഒട്ടനവധി ആളുകൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആധികാരികമായി സംസാരിക്കും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. തീർച്ചയായിട്ടും ഞാനും നിങ്ങളുടെ ഒരു സഹോദരൻ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു കൂടപ്പിറപ്പിനെ പോലെ നിങ്ങളോടൊപ്പം നിൽക്കുന്ന ഒരാൾ എന്നുള്ള നിലയിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു എളിയ പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ അല്പസ്വല്പം കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം, 1980 ജൂലൈ മാസം 30 കേരളത്തിൻ്റെ ചരിത്രത്തിൽ അല്ലെങ്കിൽ മലപ്പുറത്തിൻ്റെ ചരിത്രത്തിൽ എന്ന് പറഞ്ഞുകൂടാ, ഇന്ത്യയുടെ ചരിത്രത്തിനകത്ത് ഒരിക്കലും മാറ്റിമറിക്കപ്പെടാൻ പറ്റാത്ത രൂപത്തിലേക്കുള്ള ഒരു ദിനമാണ് എന്ന് നമുക്ക് ഏവർക്കും അറിയാം, പ്രത്യേകിച്ച് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകന്മാർക്ക്. എന്തുകൊണ്ട് 1980 അധികാരത്തിലിരുന്ന നായനാർ സർക്കാർ അധികാരത്തിൻ്റെ പേശി ബലത്തിൽ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രത്യേകിച്ചും ഇസ്ലാമിനെതിരെ നടത്തിയ പ്രത്യയശാസ്ത്ര യുദ്ധത്തെയാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ യൂത്ത് ലീഗ് അന്ന് പരാജയപ്പെടുത്തിയത്. ആ സമരം കേരളത്തിലെ ലക്ഷക്കണക്കിന് യുവാക്കളുടെ ഭാവി ജീവിതത്തിന് വേണ്ടിയായിരുന്നു എന്ന് നാം മനസ്സിലാക്കണം. ഭാഷാ സംസ്കാര വൈവിധ്യങ്ങളിലൂടെ നമ്മുടെ രാജ്യത്തിന് സിദ്ധിച്ച മതേതരത്വത്തിൻ്റെ പൂർണ്ണതയ്ക്കായിരുന്നു ആ പോരാട്ടം. അറബി ഭാഷയിലൂടെ കേരള തീരത്ത് രൂപപ്പെട്ട സാംസ്കാരിക പരിസരത്തെയാണ് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റുകൾ അന്ന് വെച്ചത്. ഇസ്ലാമിക സംസ്കാരത്തിൻ്റെ മതിലുകൾ തകർത്ത് മുസ്ലിം സാമൂഹിക ജീവിതത്തിൻ്റെ അകത്ത് കടക്കാൻ മറ്റിടങ്ങളിലെ പോലെ കേരളത്തിൽ സാധ്യമാകാതെ ഇരുന്നതിൽ അറബി ഭാഷയുടെ വ്യാപനത്തിന് പങ്കുണ്ട് എന്ന് അക്കാലത്തെ CPM തിരിച്ചറിയുന്നു. പക്ഷെ കാലം എത്ര കടന്നു പോയാലും ഭാഷാ സമരം നൽകിയ താക്കീത് മാഞ്ഞു പോകില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അയ്യപ്പൻ കോണാടൻ എന്ന നിങ്ങളുടെ ഈ സഹോദരൻ 1980 അന്ന് SFIയുടെ പ്രവർത്തകനാണ്. പക്ഷേ എങ്കിലും ഞാൻ വളരെ വേദനയോടെ ഇന്നും ഓർക്കുന്നു, നമ്മുടെ പ്രിയപ്പെട്ട സഹോദരന്മാർ മജീദും റഹ്മാനും കുഞ്ഞിപ്പയും തലമുറകളിലൂടെ പടരും മരണത്തിൻ്റെ കാടുകളിൽ വീണുപോയ ജീവിതങ്ങളുടെ ചോര ഈ മണ്ണിനെ നനച്ച് നീതിക്കായി വിലപിക്കുന്ന ഭൂമിയെ പുഷ്കലമാക്കും എന്ന് ഒരു പഴയകാല സഹോദരൻ എന്നുള്ളതിനെ ഞാൻ ഓർക്കുകയാണ്. 1980 ജൂലൈ 30 കേവലം ഒരു കലണ്ടർ അക്കത്തിനും രാഷ്ട്രീയ സമരത്തിനും അപ്പുറം ചരിത്ര പ്രാധാന്യം കൈവരിച്ച തീയതിയാണ് എന്ന് നാം ഓർക്കേണ്ടതുണ്ട്. അനന്തവിശാലമായ ഈ ഭൂമിയുടെ നിസ്സാരമായ ഒരു കോണിലെ ജനത ലോക മുസ്ലിം സമൂഹ ചരിത്രത്തിൻ്റെ ഹൃദയ ധമനികളിൽ ഉൾച്ചേരുകയായിരുന്നു. പ്രിയമുള്ളവരെ, അന്ന് 1980 ജൂലൈ 30 യുദ്ധരംഗത്തെ പോലെ വെടിയുണ്ടകൾ പെയ്തിറങ്ങുന്നതിന് നടുവിൽ ചോരയിൽ മുങ്ങിയ ഒരാളെ പൊക്കിയെടുത്ത് പോലീസുകാർ അന്ന് അലറി, ഇനി വേണോ അറബി
ഇന്നാ പിടിച്ചോ. വെടിയേറ്റ് പ്രാണവേദനയിൽ പുളയുന്ന മൈലപ്പുറത്തെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ, നമ്മുടെ പ്രിയപ്പെട്ട സഹോദരൻ, നമ്മുടെ എല്ലാമായിരുന്ന മജീദ് സാഹിബായിരുന്നു അത്. തക്ബീർ ധ്വനികളും വെടിമുഴക്കവും ആർത്തനാദവും കൂടിക്കുഴഞ്ഞ് നടുക്കുന്ന ഓർമ്മ. കാലപ്രവാഹം പോലും ഒരു മാത്രം നിശ്ചല നിന്നു പോയിട്ടുണ്ടാകാം അന്ന്. പതിറ്റാണ്ടുകൾക്ക് മുമ്പില് ആ പകലിൻ്റെ സാന്ദ്ര ദുഃഖം വേദനയായി മാറുകയായിരുന്നു, കണ്ണീരായി മാറുകയായിരുന്നു. എരിയുന്ന കനലായി മൈലപ്പുറത്തിൻ്റെ നെഞ്ചകത്ത് ഇന്നും അത് പ്രതിധ്വനിക്കുകയാണ്. പുത്തൂർ പള്ളിക്കൽ ദേവിദിയാലിൻ്റെ കല്ലിടുമ്പിൽ ചിറക്കൽ അബ്ദുറഹ്മാനും കാളികാവിലെ ചേന്നംകുളങ്ങര അബ്ദുല്ല എന്ന കുഞ്ഞിപ്പയും മലപ്പുറം മൈലപ്പുറത്തെ കോതേങ്ങൽ അബ്ദുൽ മജീദും ഇന്ത്യയിലെ ന്യൂനപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ആകാശപ്പരപ്പിൽ എന്നും നിത്യ യൗവനമായി തെളിയുന്ന രക്തനക്ഷത്രങ്ങളായി ജ്വലിക്കുകയാണ് പ്രിയമുള്ളവർ. 1980 ജൂലൈ 30 നമ്മൾ പറയാറ് കലണ്ടറിലെ ഒരു തീയതിയായി എല്ലാവരും നോക്കിക്കാണും. പക്ഷെ നാം ഓർക്കണം, ഇന്ത്യയിൽ ഇസ്ലാമിക പ്രത്യയശാസ്ത്രത്തിനും ന്യൂനപക്ഷ അധസ്ഥിത പിന്നോക്ക ജനതയ്ക്കുമെതിരെ വരുന്ന ഏത് ശത്രു നീക്കങ്ങളെയും ചെറുത്തു തോൽപ്പിക്കാൻ രാജ്യത്തിൻ്റെ തെക്കേ മുനമ്പിൽ ഒരു സേനാ നിരയുണ്ടെന്ന് എല്ലാവർക്കും മുമ്പിൽ ആ ജൂലൈ 30 ഓർമ്മപ്പെടുത്തുകയാണ്. നെഞ്ചിൽ സൂക്ഷിക്കുന്ന തൗഹീദിൻ്റെ ബലവും കടന്നുപോയ മഹാപുരുഷ പരമ്പരതയുടെ ത്യാഗബലവും ചേർന്ന് ആദർശബന്ധുരമായ ആ സമരപാത ഇന്ത്യൻ ഭരണഘടന കാട്ടിത്തരുന്ന ജനാധിപത്യത്തിന് ദിശയാണെന്ന് എല്ലാ സായുധ വിപ്ലവ ചിന്തയ്ക്കുമെതിരെ മുസ്ലിം യൂത്ത് ലീഗ് അവതരിപ്പിച്ചു. രാജ്യത്തെ മുഴുവൻ മർദ്ദിത പീഡിത ജനതയുടെയും വിമോചന പ്രസ്ഥാനമായ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ അവകാശ പ്രഖ്യാപനങ്ങൾ ഈ സേനാനിര നടപ്പിൽ വരുത്തി എന്ന് നാം ഓർക്കേണ്ടതുണ്ട്. ഇന്ന് യൂത്ത് ലീഗിന്റെ പ്രവർത്തകരെന്ന് നമ്മളെല്ലാവരും അഭിമാനത്തോടുകൂടെ ഓർക്കുമ്പോഴേ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ 3 പേരുകൾ മറന്നുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധ്യമല്ല. ഭരണകൂടത്തിന്റെ മർദ്ദന യന്ത്രങ്ങളെ നിർഭയം അഭിമുഖീകരിച്ച് വൈദേശിക ശക്തികളോട് നൂറ്റാണ്ടുകളിലൂടെ പൊരുതിയ മലബാർ മാപ്പിളയുടെ ഊസലില്ലായ്മ മുസ്ലിം യൂത്ത് ലീഗിന്റെ ഓരോ ചുവടുവെപ്പിലും ഉണ്ട് എന്ന് നാം ഓർക്കേണ്ടതുണ്ട്. ഒരിക്കലും ഇത് ജനാധിപത്യത്തിന്റെ വഴിവിട്ടു പോകുന്നു ഇല്ല. ഏതാനും അറബി അധ്യാപകരുടെ തൊഴിൽ പ്രശ്നമായിരുന്നില്ല 1980 മുസ്ലിം യൂത്ത് ലീഗിന്റെ സമരം എന്ന് നാം ഓർത്തറിയേണ്ടതുണ്ട്. അധികാരത്തിന്റെ പേശീബലത്തിൽ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകൾ ഇസ്ലാമിനെതിരെ നടത്തിയ, ന്യൂനപക്ഷ പിന്നോക്ക ജനവിഭാഗത്തിനെതിരെ നടത്തിയ പ്രത്യയശാസ്ത്ര യുദ്ധത്തെയാണ് യൂത്ത് ലീഗ് അന്ന് പരാജയപ്പെടുത്തിയത് എന്ന് നാം ഓർത്തെടുക്കേണ്ടതുണ്ട്. ആ സമരം കേരളത്തിലെ ലക്ഷക്കണക്കിന് യുവാക്കളുടെ ഭാവി ജീവിതത്തിന് വേണ്ടിയായിരുന്നു. ഭാഷാ സംസ്കാര വൈവിധ്യങ്ങളിലൂടെ നമ്മുടെ രാജ്യത്തിന് സിദ്ധിച്ച മതേതരത്വത്തിന്റെ പൂർണ്ണതയ്ക്കായിരുന്നു അറബി ഭാഷയിലൂടെ കേരള തീരത്തെ രൂപപ്പെട്ട സാംസ്കാരിക പരിസരത്തെയാണ് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റുകാർ അന്ന് ഉന്നം വെച്ചത് എന്ന് നാം കണ്ടറിയേണ്ടതുണ്ട്, നോക്കിയറിയേണ്ടതുണ്ട്, പഠിച്ചറിയേണ്ടതുണ്ട്. ഇസ്ലാമിക സംസ്കാരത്തിന്റെ മതിലുകൾ തകർത്ത് മുസ്ലിം സാമൂഹിക ജീവിതത്തിന്റെ അകത്ത് കടക്കാൻ മറ്റിടങ്ങളിലെ പോലെ കേരളത്തിൽ സാധ്യമാകാതിരുന്നതിൽ അറബി ഭാഷയുടെ വ്യാപനത്തിന് പങ്കുണ്ടെന്ന് CPM അന്ന് തിരിച്ചറിഞ്ഞു. നാടെങ്ങും പരന്നു കിടക്കുന്ന മദ്രസകളും ദർസകളും അറബിക് കോളേജുകളും അതിനൊപ്പം ഭൗതിക വിദ്യാലയങ്ങളിൽ 1ാം തരം തൊട്ട് ബിരുദാനന്തര ബിരുദം വരെയുള്ള അറബി പഠന സൗകര്യവും മതവിരുദ്ധ ചിന്തക്ക് കയറിയിരിക്കാനുള്ള ഇടം നഷ്ടപ്പെടുത്തുകയായിരുന്നു. ആധുനിക കാലത്ത് അറബി ഭാഷയ്ക്ക് ഇന്ത്യയിൽ ഏറ്റവും പുരോഗതി ലഭ്യമായത് കേരളത്തിലാണ് എന്ന് നാം തിരിച്ചറിയണം. അറബി പഠന സൗകര്യം പ്രധാന വിഷയങ്ങളിലൊന്നായി പ്രകടന പത്രികയിൽ പോലും ഉൾപ്പെടുത്താറുള്ള മുസ്ലിം ലീഗിന്റെ പരിശ്രമം തന്നെയാണ് കേരളത്തിലെ ഈ പുരോഗതിക്ക് നിദാനം എന്ന് നാം തിരിച്ചറിയണം. ഇന്ന് നാം ഒരുപാട് നേടി, ഒരുപാട് മുന്നേറി, ഒരുപാട് സൗകര്യങ്ങൾ നമുക്കുണ്ട് എന്ന് പറയുമ്പോഴും എൻ്റെ പ്രിയമുള്ളവരെ, നമ്മുടെ ഈ മുന്നോട്ടുള്ള പ്രയാണത്തിൽ നമ്മളുടെ ഇന്ന് കാണുന്ന ഈ പച്ചപ്പിനകത്ത് ഇന്നലകളിൽ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരന്മാർ ഉൾപ്പെടെയുള്ളവരുടെ ഒരു വലിയ പങ്കുണ്ട് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. ഭാഷകളെ കുറിച്ച് പറയുമ്പോൾ നാം തിരിച്ചറിയേണ്ട മറ്റൊരു കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ട തൊഴിലവസര ഭാഷകളിൽ ഒന്നാണ് അറബി ഭാഷ. ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ അറബി പഠിക്കുന്നവരായി സംസ്ഥാനത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അക്കാലത്തുണ്ടായിരുന്നു. ഒരു ഭരണകൂടം എന്ന നിലക്ക് ഇതെല്ലാം വ്യക്തമായി അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അറബി ഭാഷയ്ക്കെതിരെ 1980 മാർക്സിസ്റ്റ് സർക്കാർ, നയനാർ സർക്കാർ നിയമം കൊണ്ടുവന്നത്. ഭാഷാബോധന നയമായാണ് അറബി വിരോധത്തിനെതിരെ ആദ്യത്തെ വരവ്. പ്രൈമറി ക്ലാസ്സിൽ മാതൃഭാഷ മാത്രം എന്ന തന്ത്രം
80-ൽ കരിനിയമങ്ങൾ കൂട്ടത്തോടെ നിലവിൽ വന്നു. നിലവാരം മെച്ചപ്പെടുത്താൻ എന്ന കള്ളപ്പേരിൽ അറബി പഠനം നിരുത്സാഹപ്പെടുത്താനും ഘട്ടം ഘട്ടമായി ഇല്ലാതാക്കാനുമുള്ള പദ്ധതിയായിരുന്നു അന്നാദവർ ആസൂത്രണം ചെയ്തത്. ധാർമ്മിക പാഠങ്ങൾക്ക് മുൻഗണന നൽകുന്ന അറബി, ഉറുദു, സംസ്കൃത ഭാഷകളെ സ്കൂളിൽ നിന്ന് പടിയിറക്കലായിരുന്നു അന്നത്തെ നയനാർ ഗവൺമെന്റിന്റെ ലക്ഷ്യം. അക്കമഡേഷൻ ഉറപ്പുവരുത്തണം. 6 മാസത്തിനകം കെട്ടിടമുണ്ടാക്കിയില്ല എങ്കിൽ തസ്തിക നീക്കം ചെയ്യും. രക്ഷിതാവ് നേരിട്ട് വന്ന് എൻ്റെ കുട്ടി മലയാളം പഠിക്കേണ്ട, ഈ ഭാഷ പഠിച്ചാൽ മതി എന്ന ഡിക്ലറേഷൻ എഴുതി കൊടുക്കണം. നേരത്തെ ഭാഷാ അധ്യാപകനാകാനുള്ള യോഗ്യത നേടിയ അധ്യാപകർക്കും നിലവാരം ഉയർത്താൻ എന്ന പേരിൽ പുതിയ യോഗ്യതകളും ക്വാളിഫിക്കേഷൻ നിർബന്ധമാക്കി. ഭാഷാ സമര നായകരിൽ ഒരാളും കേരളത്തിലെ അറബി ഭാഷാ പഠനത്തിന് പ്രചാരത്തിന് അറബി അധ്യാപകരെ സംഘടിത ശക്തിയാക്കുന്നതിനും കഠിന പ്രയത്നം ചെയ്ത ദീക്ഷണശാലിയായ വിദ്യാഭ്യാസ പ്രവർത്തകനുമായിരുന്ന നമ്മളുടെ എല്ലാമായിരുന്ന നമ്മളുടെ പ്രിയപ്പെട്ട കൊളത്തൂർ ടി മുഹമ്മദ് മൗലവി എന്ന ആ മഹാ മനുഷ്യനെ നാം ഓർക്കേണ്ടതുണ്ട്. പ്രിയമുള്ളവരെ, ഈ സമയത്ത് കൊളത്തൂർ ടി മുഹമ്മദ് മൗലവി പ്രക്ഷോഭത്തിലേക്ക് നയിച്ച സാഹചര്യങ്ങൾ നാം ഓർത്തെടുക്കേണ്ടതുണ്ട്. കൊളത്തൂർ മുഹമ്മദ് മൗലവി എന്ന് പറയുന്നത് ആ പേര് അല്ലെങ്കിൽ ആ മഹാമനുഷ്യൻ കേവലം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിന്റെ ഒരു നേതാവായിരുന്നില്ല, മറിച്ച് കേരളത്തിലെ മുന്നോട്ടുള്ള പ്രയാണത്തിന് ആക്കം കൂട്ടുന്നതിന് വേണ്ടിയുള്ള ഒരു തേരാളിയായിരുന്നു എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. ഇല്ലായ്മയുടെയും വല്ലായ്മയുടെയും കരിതിരങ്ങൾ അറബി അധ്യാപനത്തിന്റെ ജീവനത്തിൽ അങ്ങനെ ഇഴഞ്ഞു നീങ്ങിയ സമയത്ത് ഇതിന് വ്യക്തമായ ഒരു മാറ്റമുണ്ടാവുന്നത് CH മുഹമ്മദ് കോയ സാഹിബ് 1967 വിദ്യാഭ്യാസ മന്ത്രിയായി അധികാരമേൽക്കുന്നതോടെയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് 80-ലാണ് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരന്മാർ കടന്നു പോകുന്നതെങ്കിലും 1967 ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിന് പങ്കാളിത്തമുള്ള ഗവൺമെന്റ് അധികാരത്തിലിരുന്നപ്പോഴാണ് ഈ അടിസ്ഥാന വർഗത്തിന്, ന്യൂനപക്ഷ പിന്നോക്ക ജനവിഭാഗത്തിന് തലയുയർത്തി നിന്നുകൊണ്ട് ആരടാ എന്ന് ചോദിച്ചാൽ അതിന് ഞാനടാ എന്ന മറുപടി പറയാൻ ഉതകുന്ന രൂപത്തിലേക്കുള്ള ഒരു ഊർജ്ജസ്വലത നമുക്ക് നൽകിയത് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. കേരളത്തിലെ അറബി പഠനത്തിന്റെ ചരിത്രത്തിൽ ഒരു പുതിയ ഘട്ടം തുടങ്ങുന്നത് 1967-ലാണ്. അതുവരെ സ്പെഷ്യലിസ്റ്റ് അധ്യാപകരായിരുന്ന അറബി അധ്യാപകരെ ഭാഷാ അധ്യാപകരായി അംഗീകരിച്ച് ഭാഷാ അധ്യാപകരുടെ ആനുകൂല്യങ്ങൾ നൽകിയ അറബി അധ്യാപകർ നിരന്തരം ഉന്നയിച്ച നിയമാനുസൃതമായ ആവശ്യം അക്കാലത്ത് അംഗീകരിക്കപ്പെടുകയായിരുന്നു. അറബി അധ്യാപകനെ നിയമിക്കാൻ 100 കുട്ടികൾ വേണമെന്ന നിബന്ധന അക്കാലത്ത് എടുത്തു കളഞ്ഞു. 28 കുട്ടികളുണ്ടെങ്കിൽ തസ്തിക നിലനിൽക്കുമെന്നായിരുന്നു അക്കാലത്തെ നിയമം. അനാവശ്യ നിബന്ധനകൾ കൊണ്ട് മൂടിവെച്ച അറബി പഠനം പുതിയ നിയമങ്ങളോടെ ഊർജ്ജസ്വലമായി അറബി പഠന സൗകര്യം സാർവത്രികമായി കേരളത്തിൽ അറബി ഭാഷാ പഠനത്തിന് സുവർണ കാലഘട്ടം തുടങ്ങിയതും CHന്റെ കാലയളവിലാണ്. ആ CHന്റെ മക്കളാണ് പ്രിയമുള്ളവരെ 1980 ജൂലൈ മാസം 30-ാം തീയതി നമ്മുടെ എല്ലാമായ മലപ്പുറത്തിന്റെ മണ്ണിൽ വീണ് പിടഞ്ഞത്. അത് ആർക്ക് വേണ്ടിയായിരുന്നു? അവർക്ക് വേണ്ടിയായിരുന്നില്ല, മറിച്ച് ഇന്ന് രാജ്യത്ത് നിലനിൽക്കുന്ന ഈ നമ്മുടെ സുഖലോലപതയ്ക്ക് വേണ്ടിയായിരുന്നു എന്ന തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മുടെ പ്രിയപ്പെട്ട സഹോദരന്മാർ, നമ്മെ വിട്ടുപിരിഞ്ഞു പോയ നമ്മുടെ മജീദ് റഹ്മാൻ കുഞ്ഞിപ്പ അവരുടെ പരലോക ജീവിതം സർവേശ്വരൻ എല്ലാ അർത്ഥത്തിലും ഗുണകരമായി വർത്തിക്കുന്നതിന് വേണ്ടി ഉണ്ടാവണമേ എന്ന് പ്രാർത്ഥിക്കാൻ മാത്രമേ ഇന്ന് ജീവിച്ചിരിക്കുന്ന നമ്മൾക്ക് സാധ്യമാവുകയുള്ളൂ എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ എൻ്റെ പ്രിയമുള്ളവരെ, അവരുടെ ആ ധീരോദത്തമായ നിലപാടുകൾ അംഗീകരിക്കാനും അവർ ഉയർത്തിവെച്ച, അവർ മുന്നോട്ട് വെച്ച ആ ആശയങ്ങളും പ്രമാണങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ട് ഇന്ത്യ മഹാരാജ്യത്തെ ന്യൂനപക്ഷ പിന്നോക്ക ജനവിഭാഗത്തിന് കൈപിടിച്ചുയർത്തുന്നതിന് അനുകൂലമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് മുന്നേറാൻ സർവേശ്വരൻ നമ്മളേവരെയും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട ഗ്ലോബൽ KMCC വാട്സപ്പ് കൂട്ടായ്മ സംഘടിപ്പിച്ച ഈ എളിയ സംരംഭത്തിന് എല്ലാവിധ ഭാവുകങ്ങളും അഭിവാദ്യങ്ങളും നേർന്നുകൊണ്ട്, ഹരിതാഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് തൽക്കാലം വിടവാങ്ങട്ടെ. നന്ദി, നമസ്കാരം. ജയ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്.